കർമാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. നമസ്കാരം. ജനാധിപത്യത്തിന്റെ 4 തൂണുകൾ. മാധ്യമങ്ങളെക്കുറിച്ച് ലോകം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന 4 തൂണുകളിലൊന്നാണ് മാധ്യമങ്ങൾ. പക്ഷേ ഭാരതത്തിൽ പലപ്പോഴും ഈ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന പല മാധ്യമ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പോലും ആ സഖ്യകക്ഷികളായിരുന്ന പാർട്ടികൾക്കും അതീതമായി, കോൺഗ്രസ് പാർട്ടിക്കും അതീതമായി മന്ത്രിസഭയിലും PMO ഓഫീസിലും മറ്റും സ്വാധീനം ചെലുത്തിയിരുന്ന ബർഖ ദത്ത് എന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകയെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അവരുടെ റിപ്പോർട്ട് തന്നെ രാജ്യത്തിന് എത്രത്തോളം അപകടമായിരുന്നു എന്നുള്ള വാർത്തകൾ നമുക്കറിയാം. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി ഇപ്രകാരമായിരിക്കും എന്ന് റിപ്പോർട്ട് ചെയ്തതിലൂടെ ശത്രുക്കൾക്ക് നമ്മുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുകയും അവയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ ത്വരിതപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നീക്കം അവർ നടത്തുകയുണ്ടായി. കാർഗിൽ യുദ്ധം ഭാരതം വിജയിച്ചതിന് ശേഷം നമ്മുടെ സൈന്യാധിപൻ അവരെ കണ്ടവേളയിൽ അവരുടെ ധീരമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിനെ അഭിനന്ദിക്കുകയും അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ശത്രുക്കളെ സഹായിച്ചിരിക്കാം എന്ന് ഭംഗ്യം നരേണ അദ്ദേഹം അവരോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ നമ്മുടെ ആവേശം വരുത്തുവാനോ TRP റേറ്റിംഗ് കൂട്ടുവാനോ ഉള്ള പല റിപ്പോർട്ടിങ്ങുകൾ രാജ്യത്തിന് പോലും അപകടകരമായി തീരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്നത് എപ്പോഴും പക്ഷം ചേർന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. നമ്മുടെ മലയാളത്തിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ അവിഹിതമായി സ്വാധീനത്തിലൂടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്ന് AK ആന്റണി 2001 അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ നീക്കങ്ങൾ നടക്കുകയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികളെക്കുറിച്ച് കേരളം ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് വക്കം പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും സ്പീക്കറുമായിട്ടുള്ള സമാദരണീയനായിട്ടുള്ള കോൺഗ്രസ് നേതാവിനായിരുന്നു അദ്ദേഹത്തിന് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷെ മനോരമയുടെ അജണ്ട ഇല്ലെങ്കിൽ അവരുടെ ആഗ്രഹം, അവരുടെ അടുക്കളയിൽ വേവിച്ചെടുത്ത കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം തുടർച്ചയായി വക്കം പുരുഷോത്തമൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി 10 ലക്ഷം രൂപ മുടക്കി മോടി പിടിപ്പിച്ചു എന്നുള്ള വാർത്തകൾ നിരന്തരം അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം കേരള സമൂഹത്തിന് ആകെ ശത്രുവാണെന്നുള്ള രീതിയിൽ വരാൻ തുടങ്ങി. സ്വാഭാവികമായും മനോരമ ആഗ്രഹിച്ചതുപോലെ ശ്രീമാൻ ഉമ്മൻചാണ്ടി ആന്റണിക്ക് ശേഷം ആന്റണിയുടെ ആഗ്രഹത്തിനും വിപരീതമായി വക്കം പുരുഷോത്തമനെ മറികടന്നുകൊണ്ട് ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ കാലത്തും കേരളത്തിലെ ഭരണം എങ്ങനെ ആയിരിക്കണമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അത് ജനാധിപത്യത്തെ എത്രത്തോളം ശക്തിപ്പെടുത്തും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചപ്പോൾ മനോരമ ചാനലിന്റെ അവതാരകയായിട്ടുള്ള
ഷാനി പ്രഭാകർ വളരെ ഹതാശയായി നിരാശയോടുകൂടി പറയുകയുണ്ടായി, എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന്. നമ്മൾ ചിന്തിക്കേണ്ടത് 96ഓളം തവണ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ട കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടപ്പോഴാണ് അവർക്ക് ജനാധിപത്യത്തിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. BJP ജയിച്ചപ്പോഴാണ് അവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ എക്കാലവും തച്ചു തകർക്കാൻ ശ്രമിച്ച അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് BJP വിജയിച്ചപ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന്. എന്നും പക്ഷപാതപരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് ഈ മലയാള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പരസ്യമായ അവരവരുടെ രാഷ്ട്രീയം ചാനലുകളുടെ വിസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പറയാനാണ് ശ്രമിക്കുന്നത്. പല ആളുകളും ഇന്ന് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രൊപ്പഗണ്ട മിഷനറായി മാറിയിട്ടുണ്ട് മാധ്യമങ്ങൾ. അത്തരം മാധ്യമങ്ങളെ നുണപ്രചരണങ്ങൾ നടത്തിയാൽ, ഇല്ലെങ്കിൽ വാർത്തകൾ പടച്ചുവിട്ടാൽ, അവാസ്തവമായിട്ടുള്ള വാർത്തകൾ പടച്ചുവിട്ടാൽ ആ മാധ്യമ ഓഫീസുകളിലേക്ക് ഞങ്ങൾ കടന്നു വരികയും അത് ചോദ്യം ചെയ്യും എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അതിനെ ഒരുപാട് പേർ വിമർശിക്കുന്നത് കണ്ടു. ജനാധിപത്യത്തിന്റെ മഹത്തായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാഗ്ദോരണം മുഴക്കിക്കൊണ്ടാണ് അവർ കെ സുരേന്ദ്രനെ വിമർശിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യം കേരളീയ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ, മാധ്യമങ്ങൾക്ക് താക്കീത് കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ വളരെ വൈകി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമങ്ങൾക്കൊരു തിരുത്തൽ അത്യാവശ്യമാണ്. അവരുടെ ഒരു ഉദ്ദേശം, അവരുടെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ കേരളത്തെ അവഗണിച്ചു കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു വലിയൊരു നുണ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ചില ചാനൽ അവതാരകരൊക്കെ അതിന്റെ അത്തരം ഡിബേറ്റ്സുകളിൽ, ചർച്ചകളിലൊക്കെ കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം നമുക്ക്. ഇത്രത്തോളം അവാസ്തവമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് തന്നെ ചുരുൾമല ഉണ്ടക്കായിൽ സൈന്യം പിറ്റേ ദിവസം തന്നെ എത്തുകയും കേന്ദ്ര സർക്കാരിന് ഒരു മന്ത്രി തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. മരണപ്പെട്ടവർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയടക്കം കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് കിട്ടിയത് 6 ലക്ഷം രൂപയാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും. എല്ലാവരും ബെയിലി പാലത്തിലടക്കം, രക്ഷാപ്രവർത്തനത്തിലടക്കം, മറ്റ് എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള സഹായം ഈ പ്രദേശത്തിനും ദുരന്തബാധിതർക്കും നൽകിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത്തരം ചർച്ചകളിൽ മാധ്യമങ്ങൾ പറയുകയാണ് കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്ന്. കേരള സർക്കാരിന്റെ മുൻ പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ ഒരു കണക്കുമില്ലാതെ പണം കൊടുത്താൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ പണം എത്തില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെമ്മോറണ്ടം, സമഗ്രമായിട്ടുള്ള ഒരു നിവേദനം ഇതിൽ ആവശ്യപ്പെട്ടതും അർഹരായിട്ടുള്ളവർക്ക് ഈ പണം എത്തിച്ചേരണം എന്നാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നവംബർ 13-ാം തീയതിയാണ് ഈ ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം കേരള സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചത്. പക്ഷേ 19-ാം തീയതി 6 ദിവസത്തെ ഇടവേളയിൽ കേന്ദ്രം സഹായിച്ചില്ല, ധനസഹായം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർലജ്ജം ഇവർ ഹർത്താൽ നടത്തി കേന്ദ്രത്തിനെതിരെ. ഇത്തരം രാഷ്ട്രീയത്തിന്, ഇത്തരം നുണ ഉപയോഗിച്ചുകൊണ്ടുള്ള അസത്യ പ്രചരണത്തിന് ഈ മാധ്യമങ്ങൾ സഹായിക്കുകയാണ്. കേവലം ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ വലിയൊരു ചാനല്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ള വാർത്തകൾ എപ്പോഴും കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് പ്രോ സംഘ് വാർത്തകൾ എന്ന ലെവലിൽ ചില വാർത്തകൾ ഇറക്കുകയും മറ്റുള്ളവരുടെ പിന്തുണ നേടിയതിനു ശേഷം BJP കേരളത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കും എന്ന് ഉള്ള സാഹചര്യം വരുമ്പോൾ കോൺഗ്രസിന് വേണ്ടിയുള്ള വിടുപണി ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം. അത്തരം സ്കറിയമാരൊക്കെ വാഴുന്ന ഈ കേരളത്തിൽ നിങ്ങളുടെ മാധ്യമ റൂമുകളിലേക്ക് അവാസ്തവമായ വാർത്തകൾ കൊടുത്താൽ ഞങ്ങൾ കടന്നു വരും, ചോദ്യം ചെയ്യുമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ സർവാത്മന
ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞത് കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.